ഇരയെ പിടിക്കാനൊരുങ്ങുന്ന ചെന്നായെ പോലെ അബു സയ്യാദിന്റെ കൈകൾ ഹുസ്നുൽ ജമാലിന് നേരെ നീണ്ടു. പക്ഷെ ഇവൻ പൂന്തോട്ടങ്ങളിൽ മാത്രം കണ്ട ഈ രാജകുമാരി പാറ്റി തെളിഞ്ഞ ഒരു പോരാളിയാണെന്ന് ആ ചതിയൻ അറിഞ്ഞിരുന്നില്ല. മിന്നൽ വേഗത്തിൽ അവനെ അടിച്ചു വീഴ്ത്തിയ ജമാൽ അവന്റെ കഴുത്തിന് നേരെ വാളിച്ചുണ്ട്. പറയടാ, നീ എന്റെ മുന്നിൽ എന്ത് ചെയ്തു? പേടിച്ചു വരച്ച സയ്യാദ് കൈകൂപ്പി. എനിക്കൊന്നും അറിയില്ല കുമാരി, ഞാൻ മീൻ കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങൾ എന്നോട് കുതിരയിൽ കയറാൻ പറഞ്ഞത്. മുനീർ ചിലപ്പോൾ ബാക്കിൽ വരുന്നുണ്ടാവും. അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ലെങ്കിലും മുനീറിനെ കണ്ടെത്താൻ ഏതറ്റം വരെയും പോകാൻ തീരുമാനിച്ച ജമാൽ ഒറ്റക്ക് പോകുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി ചതിയനെങ്കിലും അബു സയ്യാദിനോട് തന്റെ കൂടെ വരാൻ ആജ്ഞാപിച്ചു. അങ്ങനെ ആളുകൾക്ക് മുന്നിൽ അവർ ഭാര്യാഭർത്താക്കന്മാരായി അഭിനയിക്കാൻ ജമാൽ തീരുമാനിച്ചു. അങ്ങനെ അവർ എത്തിയത് ക്രൂരനായ ബഹ്ജർ രാജാവിന്റെ നാട്ടിലാണ്. അങ്ങനെ ജമാലിന് ഭക്ഷണം വാങ്ങാനായി ബദർ മുനീറിനായി കരുതിയ രാജകീയ വസ്ത്രമൊക്കെ ധരിച്ച് അബു സയ്യാദ് പട്ടണത്തിലേക്ക് എത്തി. അവിടെ ബഹ്ജർ രാജാവിനെ പരീക്ഷിക്കാൻ അയൽ നാട്ടിലെ രാജാവ് കൊടുത്തയച്ച ഒരു മുത്തായിരുന്നു ചർച്ചാ വിഷയം. ഇത് ഒറിജിനലാണോ അല്ലയോ എന്ന് തെളിയിക്കണം. അങ്ങനെ തെളിയിച്ചാൽ അയൽ രാജാവ് 40 പട്ടണങ്ങൾ ബഹ്ജറിന് കൊടുക്കും. ഇനി പറഞ്ഞതെങ്ങാനും തെറ്റിയാൽ ബഹ്ജർ തിരിച്ചും കൊടുക്കണം. ആ നാട്ടിലെ ആർക്കും ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി കേട്ടപ്പോൾ സന്ദർഭത്തിന്റെ ഗൗരവം അറിയാതെ അബു സയ്യാദ് വീമ്പളക്കി. ഇതൊക്കെ എന്ത്? എന്റെ ഭാര്യ ഇത് നിസാരമായി പറഞ്ഞു തരും, എന്റെ കൂടെ വരും. അങ്ങനെ നാടുവായികളും നാട്ടുകാരും ജമാലിന്റെ തമ്പിന് മുന്നിൽ വളരെ രഹസ്യമായിട്ട് ബദർ മുനീറിനെ തിരയുന്നതിന് പകരം അബു സയ്യാദ് നാട്ടുകാരെ മൊത്തം തന്റെ തമ്പിന് മുന്നിലേക്ക് വിളിച്ചത് കണ്ട് ജമാലിന് ദേഷ്യം വന്നുവെങ്കിലും ഇത് തെളിയിച്ചാൽ രാജാവ് ചിലപ്പോൾ മുനീറിനെ കണ്ടെത്താൻ സഹായിക്കുമെന്ന് കരുതി അവൾ ആ മുത്ത് പരിശോധിച്ച് അത് വ്യാജമാണെന്ന് തെളിയിച്ചു. എന്നാൽ ജമാലിന്റെ അറിവിനെയും സൗന്ദര്യത്തെയും കുറിച്ച് കേട്ട ബഹ്ജറിന്റെ ഉള്ളിൽ തന്നെ സഹായിച്ച ആളോടുള്ള ബഹുമാനമല്ല, മറിച്ച് അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ക്രൂരമായ ആഗ്രഹമായിരുന്നു. അങ്ങനെ അബു സയ്യാദിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാം, രാജ്യത്തിന്റെ പകുതി നിനക്ക് തരാം, പക്ഷേ ഹുസ്നുൽ ജമാലിനെ മൊയ് ചൊല്ലി നീ എനിക്ക് വിട്ടുതരണം. അധികാരത്തിന് വേണ്ടി സയ്യാദ് വലിയ ചതിക്ക് സമ്മതിച്ചു. കൊട്ടാരത്തിൽ അങ്ങനെ വിവാഹങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പക്ഷെ കല്യാണ വിവരം അറിയിക്കാനെത്തിയ സ്ത്രീയെ ജമാൽ ആട്ടി ഓടിച്ചു. അവന് വേണ്ട തന്റെ ശരീരമാണെങ്കിൽ അവന് ലഭിക്കുന്നത് എന്റെ വാളായിരിക്കും. ഇത് കേട്ട് പ്രകോപിതനായ രാജാവ് അവളെ പിടിക്കാൻ പടത്തലവന്മാരയച്ചെങ്കിലും അവർ കണ്ടത് പേടിച്ചു നിൽക്കുന്ന ഒരു പെണ്ണിനെ അല്ല, വാളേന്തി നിൽക്കുന്ന ഒരു പോരാളിയായിരുന്നു. പോരാടി ഞാൻ മരിച്ചാലും ബദറുൽ മുനീർ അല്ലാതെ മറ്റൊരുത്തൻ എന്റെ ദേഹത്ത് തൊടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുലിയെ പോലെ അവൾ ശത്രുക്കൾക്ക് നേരെ ചാടി വീണു. ചടുലമായ നീക്കങ്ങളിലൂടെ അവരുടെ വെട്ടുകൾ തടഞ്ഞു ഓരോ പടയാളികളെയായി അരിഞ്ഞു വീഴ്ത്തി. ആ രക്തം പുരണ്ട വാളുമായി ജമാൽ ചതിയനായ അബു സയ്യാദിനെ തേടി കൊട്ടാരത്തിലേക്ക് എത്തി. ആ വരവ് കണ്ട് പേടിച്ചോടിയ രാജാവിന് അബു സയ്യാദിന് നേരെ അവളുടെ കത്തി വീശിയെറിഞ്ഞു. രാജാവ് അവിടെ പിടഞ്ഞു മരിച്ചു. പക്ഷെ അബു സയ്യാദ് എങ്ങനെ ഓടി രക്ഷപ്പെട്ടു? വലിയൊരു പോരാട്ടം കഴിഞ്ഞ് ക്ഷീണിച്ചുറങ്ങിയ ഹുസ്നുൽ ജമാൽ ഉണർന്നത് ഭൂമി കുലുങ്ങുന്ന ഒരു ശബ്ദം കേട്ട. അവിടെ വന്നിറങ്ങിയത് അമാനുഷിക ശക്തിയുള്ള മുഷ്താഖ് എന്ന ജിന്നാണ്. ജമാലിനെയും എടുത്ത് മുഷ്താഖ് മേഘങ്ങളിലേക്ക് പോയി മറഞ്ഞു. അതേസമയം അസമീറിൽ ഒരു വാർത്ത പരന്നിരുന്നു. രാജകുമാരി കൊട്ടാരത്തിലെ മീൻ കച്ചവടക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നാൽ ഇവിടെ ജിന്നിന്റെ പിടിയിൽപ്പെട്ട ഹുസ്നുൽ ജമാൽ എങ്ങനെ രക്ഷപ്പെടും? ബദറുൽ മുനീറിന് പിന്നീട് എന്ത് സംഭവിച്ചു? നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.